ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് NGO അസോസിയേഷൻ പ്രകടനവും കൂട്ടധർണയും നടത്തി. ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, ശിക്ഷണ നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് മുമ്പിൽ നടത്തിയ ധർണ ആദം മുൻസി ഉദ്ഘാടനം ചെയ്തു. NP ബാലകൃഷ്ണൻ, MA ഖാദർ, മെമ്പർ NP ബാലൻ, P വിനയൻ തുടങ്ങി നിരവധി പേർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ പഞ്ചായത്തിലേക്ക് ദൈനംദിനം കടന്നു വരുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരായ ആളുകൾക്ക് ന്യായമായ അവകാശം പോലും സേവനം പോലും നൽകുന്നതിൽ ഈ പഞ്ചായത്ത് കൃത്യമായ കൃത്യവിലോപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ജനകീയ പ്രക്ഷോഭം വരാനിരിക്കുന്ന നാളുകളിൽ ഇവിടെ ശക്തമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയുമായി കൊമ്പുകോർത്തുകൊണ്ട് ഇദ്ദേഹം നടത്തുന്ന സെക്രട്ടറി നടത്തുന്ന വില കുറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ ഇതിനകം തന്നെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാരും കീരിയും പാമ്പും പോലെ ഈ പഞ്ചായത്തിൽ പെരുമാറുമ്പോൾ ഇവിടെ നഷ്ടമുണ്ടാകുന്നത്, ഇവിടെ പ്രയാസമുണ്ടാകുന്നത് സാധാരണക്കാരായ ആളുകൾക്കാണ്. ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സെക്രട്ടറിക്ക് ഒരു പക്ഷേ മാനസികമായി ചില തകരാറുകൾ ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്നോ മറ്റ് കുടുംബാംഗങ്ങളിൽ നിന്നോ മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. പക്ഷെ അതിന് മനഃശാസ്ത്രത്തിൽ പറയുന്നത് മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ്. ക്കാരുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടായാൽ ആ പഞ്ചായത്ത് താളം തെറ്റും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ 75ഓളം പഞ്ചായത്തുകളിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാന സമയം മാത്രം പദ്ധതി അംഗീകരിച്ച ഒരു പഞ്ചായത്താണിത്. നമുക്കറിയാം, ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ ഇതര ചുറ്റുവട്ടത്തുള്ള നമ്മുടെ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ തനത് വരുമാനങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലെ സാധാരണക്കാരനടയ്ക്കുന്ന നികുതി പണം കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ഉണ്ട്. ഇതുപയോഗിച്ചുകൊണ്ട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ 23 വാർഡുകളിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനുണ്ടാകുന്ന സാഹചര്യം ഇവിടുത്തെ ഭരണസമിതി തീരുമാനങ്ങൾ പോലും പലപ്പോഴും അംഗീകരിക്കാൻ താല്പര്യം കാണിക്കാത്ത തലത്തിലേക്ക് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഭരണസമിതിയിലും മറ്റ് മേഖലകളിലുമൊക്കെ ആയി ഒരുപാട് സമയങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഭരണസമിതിയെപ്പോലും അംഗീകരിക്കാൻ താല്പര്യം കാണിക്കാത്ത സെക്രട്ടറി, സഹജീവനക്കാരോട് മാന്യമായിട്ട് പെരുമാറാൻ സാധിക്കാത്ത സെക്രട്ടറി, ഈ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരന് കിട്ടുന്ന ആ സൗകര്യങ്ങൾ, അവന് കിട്ടേണ്ടുന്ന നടപടിക്രമങ്ങൾ ഒരു കാരണവശാലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നിലപാടുമായി പോകുന്ന സെക്രട്ടറിയും മറ്റു ആളുകളും അത് തിരുത്താൻ തയ്യാറമാകണം. അതിനുവേണ്ടി അവരുടെ ജീവനക്കാരിയുടെ പേരിൽ സെക്രട്ടറി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച ഈ ധർണാ സമരത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.